എല്ലാവർക്കും നമസ്കാരം. ഈ അബോർഷൻ ചെയ്ത ആളുകൾ ഒത്തിരി പേരുണ്ട് നമ്മുടെ ഇടയിൽ. സ്വമേധയാ അബോർഷനായി പോയതുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അബോർഷൻ ചെയ്ത കേസുകളുണ്ട്. അപ്പോൾ ഇത് ഒരു നമ്മളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. നമ്മൾ പല വീഡിയോകളിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. പുതിയതായിട്ട് ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. മുൻ വീഡിയോസിലൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പറയാമെന്ന് വെച്ചു. ഇപ്പോൾ ഈ അബോർഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ അബോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോള് നമ്മളതിനൊരു കൊലപാതകമല്ല ചെയ്യുന്നു അല്ലേ? നമ്മുടെ വയറ്റിൽ വളരുന്ന കുട്ടിയെ നമ്മൾ കൊല്ലുന്നു. ആ സോൾ എങ്ങോട്ടേക്ക് പോകുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണ്ട. അതൊരു മോശം കെട്ടി പോകുന്നുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ് നമ്മളതിനെ കൊലപാതകം ചെയ്യുക. ആത്മഹത്യ ചെയ്താൽ, കൊലപാതകം ചെയ്താൽ, അല്ലെങ്കിൽ അതുപോലുള്ള ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ബാധകളൊന്നും പിടിച്ച് മരിക്കുന്ന ആളുകളൊന്നും ഈ തലം വിട്ട്, എർത്ത് പ്ലെയിൻ വിട്ട് എങ്ങും പോകാൻ പറ്റില്ല അവർക്ക്. അവർ ഈ ഒരു പ്ലെയിനിൽ, നമ്മുടെ ഈ ഒരു തലത്തിൽ, എർത്ത് പ്ലെയിനിൽ ഒരു 300-400 വർഷമാണ് ജീവിക്കുക. അപ്പോൾ എത്ര ഭീകരമായൊരു കാര്യമാണ്. ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ കാര്യം ഇതൊക്കെ തന്നെയുണ്ടാ. ജീവിതം കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ദുരിതങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ പിന്നീട് അവസാനിപ്പിക്കുക, ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിക്കും. ഇഷ്ടംപോലെ വാർത്തകൾ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നുണ്ട്. ഈ ആളുകൾ കുഴിയിൽ നിന്ന് പടുകുഴിയിലോട്ടാണ് പോകുന്നത്. കാരണം അവരുടെ കർമാസാണ് അവരനുഭവിക്കേണ്ടത്. അനുഭവിക്കാതെ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പിന്നെ അവരെ അങ്ങോട്ടേക്ക് വന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരു എനർജി ഇങ്ങോട്ടേക്ക് വരില്ല. അവർക്ക് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. ഒരു 300-400 വർഷം അവരിവിടെ അലഞ്ഞു കിടക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അവരുടെ ആ സോളിനെ ചിലപ്പോൾ അതുപോലുള്ള ദുർമന്ത്രവാദികൾ ആൾക്കാർ പിടികൂടിയിട്ട് അതിനെ ബാധയാക്കി മാറ്റാം. അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാക്കി മാറ്റി മറ്റുള്ള ബ്ലാക്ക് മാജിക് ചെയ്യാനൊക്കെ ആയിട്ട് അവർ ഉപയോഗിക്കും. അങ്ങനെ വേണമെങ്കിൽ സംഭവിക്കും. ഇതെല്ലാം ഇതിൽ സംഭവിക്കുന്നതാണ്. ആത്മഹത്യ ചെയ്യാനായിട്ടിരിക്കുന്ന ആൾ ശ്രദ്ധിക്കുക. ആത്മഹത്യ ചെയ്താലുണ്ടാകുന്ന ഒരു ആപത്ത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഈ അബോർഷൻ ചെയ്യുന്ന ആൾ, നിങ്ങൾ അബോർഷൻ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ചെയ്യാതിരിക്കുക. അത് മാറ്റി വെക്കുക. ആ കുട്ടിയെ പുറത്തേക്ക് വരാൻ അനുവദിക്കുക. കുട്ടികളില്ലാത്ത എത്രയോ ആളുകളുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാം. അവർ വളർത്തട്ടെ കുട്ടികളില്ലാത്ത ദുഃഖം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമേറിയ വിഷയമാണ്. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു വിഷയം അന്നത്തേക്കുള്ള നിങ്ങളുടെ പ്രശ്നം, അതാണ് കുട്ടി നിങ്ങൾക്കൊരു വലിയ ബാധ്യമാകുമെന്ന് നിങ്ങൾ അവസാനിപ്പിക്കുന്നു. പക്ഷേ പിന്നീട് നിങ്ങളുടെ ലൈഫ് ദുരിതപൂർണ്ണമായിരിക്കും. ഇത് കുറേ പേർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കഴിവ് ഒരു വർഷം മുന്നാണ് കിട്ടിയത്. ഈ മഹാകാളി ഹീലിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ്. അത് കിട്ടിയതിന് ശേഷം ഒരുപാട് പേർക്ക്, ഒത്തിരി ആൾക്കാർക്ക് ഇതേപോലെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മളത് ചെയ്ത് റിലീസ് ചെയ്ത് മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു ദൈവയുടെ അനുഗ്രഹം, അത്രേ ഞാൻ പറയുള്ളൂ. അത് എന്താണ് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബോർഷൻ ചെയ്ത് കഴിയുമ്പോൾ ഈ അബോർഷൻ ചെയ്യുന്ന ആ സ്ത്രീക്ക് ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അവരുടെ കുട്ടികൾ, പിന്നീട് വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കുട്ടികൾ, ആ കുട്ടികളുടെ മേത്തേക്ക് ഈ സാധനം പ്രവേശിക്കുന്നു. കാരണം ആ പ്രതികാരദാഹിയായിട്ടുള്ള ഒരു സോളാണ്. ആ സോൾ പ്രവേശിക്കുന്നത് മിക്കവാറും കുട്ടികളുടെ ശരീരത്തിലേക്ക്. അതേപോലെ അബോർഷന് കാരണക്കാരൻ ഭർത്താവാണെന്ന് വിചാരിക്കും. ഭർത്താവ് നിർബന്ധിച്ചിട്ടാണ് അബോർഷൻ ചെയ്യിക്കണമെന്ന് വിചാരിക്കും. ഉറപ്പായിട്ടും ഭർത്താവിൻ്റെ മേത്ത് കയറിയിട്ടുണ്ടാവും. ഭർത്താവിന് ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങും. നടുവേദന, കാലുവേദന, അല്ലെങ്കിൽ നടു സംബന്ധമായ പ്രശ്നങ്ങൾ, നടുവിനാണ് കയറി പിടിക്കുക. അതേപോലെ തൊഴിൽ സമ്പന്നം, അതായത് ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് പാളിശായി പോകും. ഇങ്ങനെ കുറേ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. അപ്പോൾ നമ്മളത് ചെയ്ത് മാറ്റി കൊടുക്കുമ്പോഴേക്കും ആൾക്കാർക്ക് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. അത് ചെയ്തിട്ട് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആളത് പറയൂല. കാരണം ഇതങ്ങനെയുള്ള കാര്യം അതിൻ്റെ പേരിൽ നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റില്ല. ചെയ്തു പോയാലും ഇണ്ടേയില്ല. ഒരാൾ വന്ന് കമൻറ്റ് ഇടില്ല. കാരണം അവർക്കത് ഇഷ്ടമുണ്ടാവില്ല ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യാറുമില്ല. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ ചെയ്യുന്നൊരു സൽക്കർമ്മമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ചെയ്ത് കഴിഞ്ഞാൽ, ഈ അബോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ ഈ സോൾ റിലീസ് പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആവാഹിച്ച് കളയാൻ പറ്റും. തന്ത്രശാസ്ത്രപ്രകാരം ആവാഹിച്ച് കളയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കഴിവുള്ളവരുണ്ട് കേട്ടോ, അതുകൊണ്ട്. പക്ഷെ അത് കണ്ടെത്തുക എന്നുള്ളത് ഒന്ന്. ഇതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം ഉണ്ടാവണമെന്നുള്ളത് നിങ്ങൾക്ക് ഒരാളും പറഞ്ഞു തരില്ല. അത് കിട്ടൂല അവർക്ക്. പ്രശ്നത്തിൽ പോലും തെളിയില്ല അത് ഈ അബോർഷൻ ചെയ്തുകൊണ്ടാണെന്ന് പെട്ടെന്ന് തെളിയേയില്ല. അതെന്നാൽ തെളിയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ സമയമാകുമ്പോഴാണ് നിങ്ങൾക്ക് അത് തെളിഞ്ഞ് കിട്ടുള്ളൂ.
അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കിട്ടും. നിങ്ങൾ അബോർഷൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ നിങ്ങളുടെ അമ്മമാർ അല്ലെങ്കിൽ അമ്മൂമ്മമാർ ചെയ്തിട്ടുണ്ടെന്നിരിക്കും, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതേ പ്രശ്നം തന്നെ അവിടെ നിലവിലേക്കും. അപ്പോൾ ഇതിനെപ്പറ്റി നല്ലൊരു സ്റ്റഡി നിങ്ങൾ നടത്തുക. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വന്നൊന്നും നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളെ കൊണ്ട് ചെയ്യിച്ച് മാറ്റിയാലും മതി. അത് ആവാഹിച്ച് അതിനെ ലൈറ്റിലേക്ക് മോഷൻ കൊടുത്ത് പറഞ്ഞേക്കണം. ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർക്ക് അടുത്ത് പോവുക, അത് ചെയ്യുക നിങ്ങൾ ദയവ് ചെയ്ത്. പിന്നെ അബോർഷൻ ചെയ്യാനായിട്ടിരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങളുടെ പദ്ധതി ഉപേക്ഷിക്കുക. അത് ഒരു വലിയ കൊടും പാവമാണ് നിങ്ങൾ ചെയ്യുന്നത്, ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരു പാവമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്തേക്കണതിൽ ഒരുപാട് കേസുകളിൽ ഞാൻ കണ്ടേക്കണത് ഈ കുട്ടികളുടെ മേത്ത് കയറുകയും കുട്ടികൾ ഈ പെൺകുട്ടികളുടെ മേത്ത് കയറി കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ദേഷ്യം കയറിയിട്ട് കാരണന്മാരെയൊക്കെ വളരെ മോശപ്പെട്ട വാക്കുകളാണ് അവർ വിളിക്കുക, ചീത്ത വാക്കുകൾ, വളരെ പെട്ട വാക്കുകളാണ്. അങ്ങനത്തെ പ്രയോഗങ്ങൾ, ചാടിത്തുള്ളുക, റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുക, ഇങ്ങനെയൊക്കെയാണ് പെൺകുട്ടികൾ പെരുമാറുക. ഈ ആൺകുട്ടികളുടെ കേസിൽ ഞാൻ കണ്ടേക്കണത് ആൺകുട്ടികൾ ഒരു ഏജ് വരെയും കുഴപ്പമില്ലാണ്ടാണ് പോകുമവർ. പക്ഷേ ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കുള്ളൂ. അതുപോലെ തന്നെ പഠിക്കാൻ പോകില്ല, മടിയായിരിക്കും. അതേപോലെ തന്നെ ജോലിക്ക് പോകാതെ വീട്ടിൽ കുത്തിരിക്കുന്ന കുറേ ആമ്പിള്ളേരുണ്ട് കേട്ടോ. ഇതേ സെയിം പ്രശ്നമുള്ളവർ കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ കേസിൽ, ആമ്പിള്ളേരുടെ കേസിൽ, പെൺപിള്ളേരുടെ കേസുകളിലൊക്കെ നമ്മൾ ചെയ്തേക്കണതിലൊക്കെ നല്ല റിസൾട്ടാണ്. പക്ഷേ ആൺകുട്ടികളുടെ കേസിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഭാഗികമായിട്ട് റിസൾട്ട്, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഭാഗികമായിട്ട് റിസൾട്ടാണ് കിട്ടിയേക്കണത്. 100% പൂർണ്ണത അത് ചിലതിൽ കിട്ടിയിട്ടില്ല, ചിലതിൽ കിട്ടിയിട്ടുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി പെൺകുട്ടികളുടെ കേസിൽ നമ്മൾ ചെയ്തേക്കണതിൽ ഒരു 80% നമുക്ക് റിസൾട്ട് ഉണ്ട്. പക്ഷേ ആൺകുട്ടികളിൽ അത്ര റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനത് ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക്, നിങ്ങൾ പറയുന്ന, ചെയ്തു പോയ ആൾക്കാർ പറയുന്ന അനുഭവങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അത് എനിക്ക് അത്രയല്ലേ അറിഞ്ഞോളൂ. നിങ്ങൾക്ക് ചെയ്തു പോകുമ്പോൾ റിസൾട്ട് എന്താണെന്ന് നിങ്ങളല്ലേ പറയേണ്ടത്. അങ്ങനെയുള്ള അത് കളക്ട് ചെയ്തിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ചെയ്തു പോയ ആൾക്കാർക്കൊക്കെ നല്ല മാറ്റങ്ങളുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ വിളിക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട് നല്ല മാറ്റങ്ങളായി സാറേ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായ രീതിയിൽ നമ്മൾ ചെയ്തു നോക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് ചെയ്യുന്ന സമയത്ത്. എനിക്ക് ഹെൽത്ത് വൈസ് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും ഇതൊരു നല്ല കർമ്മമായിട്ട് ഞാൻ കണക്കാക്കിക്കൊണ്ട് ദേവിയുടെ നിർദ്ദേശപ്രകാരം, ദേവി എനിക്ക് തന്നൊരു ദൗത്യം എന്നുള്ള നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. അങ്ങനെ കണക്കാക്കിക്കൊണ്ട് ഞാനിത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരുന്നുണ്ട്. ബാധ പ്രോബ്ലമുള്ള ആൾക്കാർ വരുന്നുണ്ട്, അവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഹാകാളിയിലൂടെ ബാധ ക്ലിയറിങ് ചെയ്യാൻ പറ്റും, ബ്ലാക്ക് മാജിക്ക് മാറ്റാൻ പറ്റും, അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ വീടിൻ്റെ ഹീലിങ്, വീട്ടിലെന്തെങ്കിലും വല്ല പോക്കുവരത്തൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എനർജീസ് ഇങ്ങനെ രാത്രി സമയങ്ങളിൽ കടന്നു പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള രീതിയിൽ വീട്ടുകാർക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഹൗസ് ഹീലിംഗ് എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനും ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് വരാം. നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.